ഹലോ ഗൈസ്, വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെയുണ്ട് നിങ്ങളെയൊക്കെ ദീപാവലി സെലിബ്രേഷനൊക്കെ അടിച്ചു പൊളിച്ചെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വില്ല ഒരു തറവാട് പോലെയാണ്. എല്ലാ സെലിബ്രേഷനും ഇവിടെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ആ വില്ലയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും ആഘോഷിക്കും. കഴിഞ്ഞ വർഷത്തെ ദീപാവലി ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് നാട് പോലെയല്ല, ഇവിടെ എല്ലാവരുടെയും ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് വന്ന് ഒത്തിണങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു സെലിബ്രേഷൻ ഗംഭീരാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും വില്ലയിലുള്ള കുഞ്ഞു കുട്ടികളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ദീപങ്ങളെല്ലാം തെളിയിച്ചു. വില്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു. ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്ന് പിന്നെ കുറച്ചിട്ട് സംസാരിച്ചു. ഞങ്ങൾ അവിടുന്ന് വൈൻഡപ്പായി. പിന്നെ നമുക്ക് ദീപാവലി ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ പോയി സെലിബ്രേറ്റ് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്താണ് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ബാർബിക്യൂ നേഷനിൽ നമ്മൾ ഉള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല, നേരെ ഡെൽമ മോളിലേക്ക് ആണ് ഞങ്ങൾ പോയത്. അവിടെ ഉള്ള ബാർബിക്യൂ നേഷനിലാണ് ഞങ്ങൾ പോയത്. എത്രത്തോളം കഴിക്കാൻ പറ്റും അങ്ങനെയുള്ള കൺഫ്യൂഷനായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും പിന്നെ ഞങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അത് അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് ചെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത്. BBQ നേഷനിൽ പോയിട്ട് ഞങ്ങൾ എന്തൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു, കഴിച്ചു എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് കണ്ടു നോക്കാം. ഡിന്നർ കഴിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ 7 PM to 11 PM ആയിരുന്നു അവിടുത്തെ ടൈമിങ്. പേര് പോലെ തന്നെ ബാർബിക്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ താരം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ബാർബിക്യൂസ്, ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ്, പ്രോണ്, വെജിറ്റബിളിലാണെങ്കിൽ പനീർ, മഷ്റൂം, ക്യാപ്സിക്കം, അങ്ങനെയുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ബാർബിക്യൂ ആണ് ഇവിടുത്തെ മെയിൻ താരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ്, എത്രത്തോളം കഴിക്കാൻ പറ്റും, അത്രത്തോളം അവർ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നോ എന്ന് അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വരെ അവർ നമ്മൾ ചോദിക്കുക വരെ ഉണ്ടാവില്ല. അവർ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. കഴിക്കാൻ കപ്പാസിറ്റിയും പിന്നെ നമ്മൾ ബാർബിക്യൂവിനോടെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തിട്ട് കഴിക്കാം. കൊണ്ടുവച്ചതിലെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കൊണ്ടുവച്ച ഓരോരോ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സോഫ്റ്റാണ്, ജ്യൂസിയാണ്, അടിപൊളിയാണ്. അതിൽ പൈനാപ്പിൾ ഗ്രില്ലുണ്ടായിരുന്നു, അതും ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടറായിട്ട് നമുക്കൊരു ഗോൾഡൻ ഫ്രൈഡ് ക്രിസ്പി കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, പിന്നെ സ്പൈസ്ഡ് പൊട്ടറ്റോസും അതിൻ്റെ ഒരു എഗ് മയോണൈസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സാധനം, അതും അടിപൊളിയായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കോംബോ ആയിട്ട് കൊണ്ടുവന്നതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കഴിച്ചതിനനുസരിച്ച് റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൻ കോഴ്സായിട്ട് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമുക്കിപ്പം വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കൂടുതലായിട്ട് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മെയിൻ കോഴ്സായിട്ട് ബിരിയാണി, നാന്, പിസ്സ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, സാലഡ്സ്, പലതരം സാലഡ്സ് ഉണ്ട്. സൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പ് സ്റ്റാർട്ടറിൽ നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വേണ്ടത് നമുക്ക് നോക്കിയിട്ട് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇതിനൊന്നും പുറമെ നമുക്ക് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്ന ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചപ്പലി കബാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതാണ് നമ്മൾ കഴിച്ചത്. അതിന് പുറമെ നിങ്ങൾക്ക് കീമ ഫ്രൈഡ് റൈസ്, പിന്നെ എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, അങ്ങനത്തെ മസാല റൈസ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അത് വേറെ ലൈവായിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിലെത്തിക്കും. പിന്നെ ഡിസേർട്ട് ഐറ്റംസിൽ വരുന്നത് വെറൈറ്റി കുൽഫീസാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുൽഫീസാണ് എനിക്ക് ഡിസേർട്ടിൽ കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. പിസ്ത കുൽഫി, മലായി കുൽഫി, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെയുള്ള കുറേ കുൽഫി തന്നെ അവർ മിക്സ് ആക്കിയിട്ട് നമുക്ക് ബേമിസെല്ല, പിന്നെ ബേസിൽ സീഡ്സ്, അങ്ങനത്തെ കസ്കസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഫലൂദ ടൈപ്പിൽ നമുക്ക് തരും. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചൂസ് ചെയ്ത് അതും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക്
കഴിക്കാം. ഞങ്ങളുടെ ഈ വർഷത്തെ ദീപാവലി സെലിബ്രേഷൻ മനസ്സും വയറും നിറച്ചുകൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത്. ബൈ.